ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് ഫയലുകൾ നഷ്ടമായത്. ഫയലുകൾ കാണാത്തതിൽ വൻ ദുരൂഹത. അഭിഭാഷകരോട് രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുകയാണ്. ശിവദാസ്, എപ്പോഴാണ് ഈ ഫയലുകൾ നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചൊരു ബോധ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളുണ്ടല്ലോ, മറ്റു വിശദാംശങ്ങൾ പറയൂ. ഗൗതം, കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈ ഫയലുകൾ സൂക്ഷിച്ചിരുന്നത് അവർ പരിശോധിച്ചത്. ആ സമയത്താണ് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഫയൽ കാണാനില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ 2018 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് യുവതീ പ്രവേശന വിഷയത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും അനുകൂലിച്ചിരുന്നു. കോടതിയിൽ നിന്നും അത്തരത്തിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായൊരു വിധി വന്നപ്പോൾ പൂർണ്ണമായും ഈ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് നൽകിയിരുന്നതും അവരെ സഹായിച്ചിരുന്നതും സുരക്ഷ ഒരുക്കിയിരുന്നതും എല്ലാം തന്നെ സംസ്ഥാന സർക്കാരായിരുന്നു, അവരുടെ പോലീസായിരുന്നു. പക്ഷേ പിന്നീട് ഈ അടുത്ത ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സംഭവത്തിൽ നിലപാട് മാറ്റിയത്. അതായത് ആചാരങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്നായിരുന്നു 2 ദിവസം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നേരത്തെ സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം എന്ന് പറയുന്നത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമായിരുന്നു. ഇത് തിരുത്തി നൽകും, അല്ലെങ്കിൽ ഇത് തിരുത്തി മറ്റൊരു പുതിയ അഫിഡവിറ്റ് നൽകും എന്ന സൂചനയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയത്. എന്തായാലും ഇത് തിരുത്തി അത് സർക്കാരിന് സമർപ്പിച്ച് പിന്നീട് സർക്കാരാണ് ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളാണ് ഇപ്പോൾ കാണാനില്ലാത്തത്, ദുരൂഹമായ സാഹചര്യത്തിൽ കാണാനില്ലാത്തത്. നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സൂക്ഷ്മമായി സൂക്ഷിക്കേണ്ട ഒരു ഫയലുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ അത് കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ദേവസ്വം ബോർഡിൽ പൂർണ്ണമായും ഇടത് അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഓരോ ഭരണവും മാറി മാറി വരുമ്പോൾ ആ ഭരണത്തിൽ ആരാണ് ഉള്ളത് അവരെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കും സ്വാഭാവികമായും അവരെ ആ ഉദ്യോഗസ്ഥരായി തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ പിണറായി സർക്കാർ ഭരണത്തിൽ ഏറിയ ശേഷം ഈ ഇടത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഫയലുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും കാണാതായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ബോർഡ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഫയലുകൾ നഷ്ടപ്പെട്ടതിൽ വലിയ ദുരൂഹതയുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് തിരുത്തി എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മുൻപ് നടന്ന യുവതീ പ്രവേശന വിഷയത്തിലെ ഫയല് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും കാണാതായിരിക്കുന്നത്. ശിവദാസാണ് വിവരങ്ങളുമായി ചേർന്നത്.